വർഷം 1998 നവംബർ മാസം 13-ാം തീയതി ഷാർജയിൽ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ നടക്കുന്ന ദിവസം. ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളി സിംബാബ്വേയാണ്. ഫസ്റ്റ് ബാറ്റിങ്ങിന് ഇറങ്ങിയ സിംബാബ്വെ 195-ന് ഓൾ ഔട്ടായി. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ സച്ചിനും ഗാംഗുലിയുമായിരുന്നു. ഫൈനലിനെ കുറിച്ച് പറയുന്നതിന് അതിനു മുമ്പ് നടന്ന ഒരു മത്സരത്തെക്കുറിച്ച് പറയേണ്ടത് അനിവാര്യമാണ്. ഫൈനലിന് മുമ്പ് നടന്ന സിംബാബ്വേയുമായുള്ള മത്സരത്തിൽ സിംബാബ്വേയുടെ പേസ് ബൗളർ ഹെൻറി ഒലോങ്ക ഗാംഗുലിയെയും ദ്രാവിഡിനെയും വേഗം പുറത്താക്കി. 6-ാമത്തെ ഓവറിൽ 2-ാമത്തെ പന്തിൽ സച്ചിൻ്റെ ക്യാച്ച് വിക്കറ്റ് കീപ്പർ കയ്യിലൊതുക്കിയെങ്കിലും അമ്പയർ നോ ബോൾ വിളിച്ചു. തുടർന്ന് തൊട്ടടുത്ത ബോളിൽ തന്നെ സച്ചിനെയും പുറത്താക്കി ഒലോങ്ക അമിതമായി ആഘോഷിച്ചു. ആ മത്സരത്തിൽ ഇന്ത്യ തോൽക്കുകയും ചെയ്തു. 3 ലോകോത്തര ബാറ്റ്സ്മാൻമാരെ പുറത്താക്കിയ ആളാണ് താനെന്ന ഭാവം ഒലോങ്കയെ അഹങ്കാരിയാക്കി. ഫൈനലിന് മുമ്പ് ചില കടുത്ത പരാമർശങ്ങളും ഒലോങ്ക നടത്തി. ഇനി ഫൈനലിലേക്ക് വരാം. ഓപ്പണിങ്ങിന് ഇറങ്ങിയ സച്ചിൻ്റെയും ഗാംഗുലിയുടെയും പ്ലാൻ ഒലോങ്കയുടെ അഹങ്കാരം തീർത്തു കൊടുക്കുക എന്നത് തന്നെയായിരുന്നു. ഇത്രയും കലിപൂണ്ട സച്ചിനെ കാണുന്നത് വിരളമാണ്. ഒലോങ്കയെ തിരഞ്ഞു പിടിച്ച് അടിച്ചു പരത്തി സച്ചിൻ ഗ്രൗണ്ടിൻ്റെ നാനാഭാഗത്തേക്കും ഒലോങ്കയുടെ ബോൾ പായിച്ചു. പലതും ബൗണ്ടറി ലൈനിൻ്റെ മുകളിലൂടെയാണ് പറന്നത്. ഉഗ്രൻ ഫോമിൽ 50 അടിച്ച് താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ 10-ാം ഓവറിലെ 5-ാമത്തെ ബോൾ സിക്സർ അടിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഉയർന്നു പൊങ്ങി. ഈസിയായി കയ്യിലൊതുക്കാൻ പറ്റുമായിരുന്ന ക്യാച്ചിനായി വിക്കറ്റ് കീപ്പറും ഫീൽഡറും ഓടിയെടുത്തു. സിംബാബ്വേയുടെ നിർഭാഗ്യം കൊണ്ടോ ഇന്ത്യയുടെ ഭാഗ്യം കൊണ്ടോ രണ്ടുപേരും കൂട്ടിയടിച്ചു വീഴുകയും ആ ക്യാച്ച് പാഴായി പോവുകയും ചെയ്തു. ലൈഫ് കിട്ടിയതോടെ സച്ചിൻ പിന്നൊന്നും നോക്കിയില്ല. എല്ലാ ബൗളർമാരെയും അടിച്ചു പരത്തി. ഗാംഗുലിയും അടിച്ചു പരത്താൻ തുടങ്ങിയതോടുകൂടി സിംബാബ്വെ പ്ലെയേഴ്സിന് നോക്കുകുത്തികളായി നിൽക്കാനേ സാധിച്ചുള്ളൂ. ഇതിനിടയിൽ 71 ബോളിൽ 10 4-ൻ്റെയും 5 6-ൻ്റെയും സഹായത്തോടുകൂടി തൻ്റെ 21-ാം സെഞ്ചുറി നേടിക്കഴിഞ്ഞിരുന്നു സച്ചിൻ. 196 എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 30-ാം ഓവറിൽ തന്നെ വിജയം കണ്ടു. തൻ്റെ അഹങ്കാരത്തിന് കണക്കിന് കിട്ടിയപ്പോൾ ഒലോങ്ക ഗ്രൗണ്ടിൽ കരയുന്നതും ക്രിക്കറ്റ് ലോകം കണ്ടു. ഇനി മേലിൽ ബൗൾ ചെയ്യില്ല എന്നുപോലും ഒലോങ്ക ചിന്തിച്ചിട്ടുണ്ടാകാം.